ജാനി ഭയത്തോടെ വിഷ്ണുവിനെ നോക്കി. തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. എന്തേ? ഞാൻ വിളമ്പിത്തരണോ? അവളുടെ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ ഗൗരവത്തോടെ ചോദിച്ചു. വേണ്ട, ഞാൻ. അവൻ്റെ ശബ്ദത്തിലെ മാറ്റം അവളെ ഭയപ്പെടുത്തുകയും ഒപ്പം വേഗം തന്നെ കാസറോളിൽ നിന്നും ഭക്ഷണമെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചു. വീണ്ടും വിഷ്ണുവിനെ നോക്കിയപ്പോൾ ആ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലാക്കിയവൾ വേഗം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾ കഴിക്കാൻ തുടങ്ങിയതും ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ വിഷ്ണുവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം മറ്റ് 4 പേരും അവരെ 2 പേരെയും വീക്ഷിക്കുകയാണ്. 4 പേരുടെയും ചുണ്ടിൽ പുഞ്ചിരിയുണ്ട്. ഭാര്യാസ്ഥാനം വിഷ്ണു നൽകി തുടങ്ങിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കൽ പോലും ജാനി തലയുയർത്തി ആരെയും നോക്കിയില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നല്ലാതെ അതിൻ്റെ രുചിയൊന്നും അവൾ അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ ഭക്ഷണം കഴിച്ചു. 1-2 വട്ടം വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം തന്നിലേക്കാണെന്ന് കണ്ടതും നോട്ടം മാറ്റി അവൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മോള് ഇറങ്ങാറായോ? കോളേജിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വന്നതാണ് ജാനി. എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഓഫീസിൽ പോകണം. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അഭിയും ദേവനും എന്തൊക്കെയോ കണക്കുകൾ നോക്കുന്നുണ്ട്. അടുത്ത് തന്നെ വിഷ്ണുവും മനുവും ഉണ്ട്. രേവതിയുടെ ശബ്ദം കേട്ടാണ് എല്ലാവരും തലയുയർത്തി നോക്കിയത്. ജാനി ഒരുങ്ങി വന്നിട്ടുണ്ട്. മനു, മോളെ ഒന്ന് കോളേജിലാക്കിയിട്ട് വാ. നീ ഇന്ന് ഫ്രീ അല്ലേ? ജാനിയെ കണ്ടതും ദേവൻ പറഞ്ഞു. ശരിയച്ചാ. അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയതും വിഷ്ണു അതുപോലെ തന്നെ അവനെ അവിടെ പിടിച്ചിരുത്തി. അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഇതെന്ത് കൂത്ത് എന്ന പട്ടൽ മനു അവനെയും നോക്കുന്നുണ്ട്. ഞാൻ ആ വഴിക്കാണച്ചാ, ഞാനാക്കിക്കോളാം കോളേജ്, വിഷ്ണു വേഗം പറഞ്ഞു. ആ, എന്നാൽ അങ്ങനെ ചെയ്യും. കണക്ക് നോക്കുന്നതിനിടയിൽ കണ്ണട ഒരിക്കൽ കൂടി മൂക്കിനോട് അടുപ്പിച്ചു വെച്ചു ദേവൻ പറഞ്ഞു. അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് പച്ചക്കൊടി കിട്ടിയതും വിഷ്ണു വേഗം കാറിൻ്റെ കീയുമെടുത്ത് പുറത്തേക്കിറങ്ങിയിരുന്നു. ജാനി എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞ് അവൻ്റെ പിറകെയും. 2 പേരും പോയതും മറ്റ് 4 പേരും പരസ്പരം നോക്കി ചിരിച്ചു. ദേ അച്ഛാ, ഇനി ഏട്ടനോട് തന്നെ ചേട്ടത്തിയെ കൊണ്ടുചെന്നാക്കാൻ പറഞ്ഞാൽ മതി. അമർത്തിപ്പിടിച്ചിട്ട് മനുഷ്യൻ്റെ കൈ പൊളിഞ്ഞു. വിഷ്ണു അമർത്തിപ്പിടിച്ച കൈയിൽ തഴുകിക്കൊണ്ട് മനു പരിഭവത്തോടെ പറഞ്ഞു. മനു അങ്ങനെ പറഞ്ഞതും പിന്നെ അവിടെ കൂട്ടച്ചിരിയായി. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും സന്തോഷം മനക്കൽ വീട് മുഴുവൻ തിങ്ങി നിന്നു. ഇനിയെന്നും എല്ലാവരും സന്തോഷത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് രേവതിയുടെ പ്രാർത്ഥന. പക്ഷേ അവർ അറിയുന്നില്ലല്ലോ, ഒരിക്കൽ മനക്കൽ തറവാടിനെ നശിപ്പിച്ചവൾ വീണ്ടും വരുന്നുണ്ടെന്ന്. വീണ്ടും ജാനിയുടെ കണ്ണുനീര് ആ വീട്ടിൽ പതിക്കുമെന്നും. ദേ, 2 പേരും മുന്നിൽ തന്നെ ഉണ്ടല്ലോ. കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയതും വിഷ്ണു ആദിയെയും മാനസയെയും കണ്ട് ജാനിയോട് പറഞ്ഞു. അതുവരെ 2 പേരും നിശബ്ദമായിരുന്നു. വിഷ്ണു ഇടയ്ക്കെല്ലാം ജാനിയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് കണ്ണുനട്ടിരിപ്പാണ്. അതുകൊണ്ട് തന്നെ അവന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ജാനി വിഷ്ണുവിനെ ഒന്ന് നോക്കി ഗേറ്റിനരികിൽ നിൽക്കുന്നവരിലേക്ക് മിഴികൾ നട്ടു. 2 പേരും തങ്ങളുടെ കാർ വരുന്നത് കണ്ട് ഇളിച്ചു നിൽപ്പുണ്ട്. 2 ആളെയും കണ്ടപ്പോഴേ ജാനിക്ക് മനസ്സിൽ നല്ല സന്തോഷം തോന്നി. 2 പേരും നല്ല പോസിറ്റീവ് വൈബുള്ളവരാണ്. ആരെയും സന്തോഷിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും കഴിയും. തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിനിടയിൽ ഇതുപോലൊരു കൂട്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നവൾ ഓർത്തു. അല്ല, കൂട്ടുകൂടാൻ വന്നിട്ടുണ്ടെങ്കിലും ആരോടും കൂട്ടുകൂടാതെ ഒഴിഞ്ഞു മാറിയത് താനാണ്. പേടിയായിരുന്നു എല്ലാത്തിനോടും. ഇറങ്ങുന്നില്ലേടോ? മനസ്സ് മറ്റെവിടെ സഞ്ചരിച്ചിരിക്കുന്നവളുടെ ഡോറിന് അരികുവശത്ത് നിന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചു. അപ്പോഴാണ് അവളും ശ്രദ്ധിക്കുന്നത് കാർ നിർത്തി വിഷ്ണു തൻ്റെ അരികിൽ വന്നിട്ടുണ്ടെന്ന്. അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. നിങ്ങൾ നേരത്തെ എത്തിയോ? മുന്നോട്ടേക്ക് വന്ന മാനസയോടും ആദിയോടും വിഷ്ണു ചോദിച്ചു. ഉവ്വ്, നിങ്ങളാ ഇന്ന് ലേറ്റായത്, മാനസ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, വൈകിട്ട് കാണാം, വിഷ്ണു മൂവരോടും പറഞ്ഞ് കാറിലേക്ക് കയറാൻ നിന്നത് മാനസ വിഷ്ണുവിനെ വിളിച്ചു. കണ്ണേട്ടാ, എന്താണെന്ന മട്ടിൽ വിഷ്ണു തിരിഞ്ഞു നോക്കി. ചേച്ചി അന്വേഷിച്ചിരുന്നു, കണ്ണേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അവനൊന്ന് മൂളി കാറിലേക്ക് കയറി. ഒപ്പം ജാനിയെ നോക്കാനും മറന്നില്ല. അവൾ മാനസ പറഞ്ഞ വാചകങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. കാർ അവിടുന്ന് പോയതും മൂവരും ഗേറ്റ് കടന്ന് കോളേജിലേക്ക് കയറി. ഇതേ സമയം ജാനിയുടെ മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പ് മാനസ വിഷ്ണുവിനോട് പറഞ്ഞതാണുള്ളത്. ഇപ്പോഴും മാനസയുടെ ചേച്ചി അവളുടെ കൂടെ തന്നെയാണോ? എന്തിനായിരിക്കും കണ്ണേട്ടനെ കാണാൻ പറഞ്ഞത്? ഇന്നലെ പോലും കണ്ണേട്ടൻ ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ വെറുപ്പുളവാക്കുന്നതായിരുന്നു. എന്നിട്ടും എവിടെയോ മനസ്സ് നീറുന്നതുപോലെ അവൾക്ക് തോന്നി. താൻ ആഗ്രഹിക്കാൻ തുടങ്ങിയ ജീവിതം തനിക്ക് അർഹതപ്പെട്ടതല്ലേ? ജാനിയുടെ ജീവിതം വീണ്ടും ദുഃഖത്തിലേക്ക് പോകുമോ? അസ്വസ്ഥമായ മനസ്സുമായി അവൾ അവരുടെ കൂടെ നടന്നു. ഡി,
നിന്റെ സഖാവ്. ദൂരെ നിന്നും നടന്നു വരുന്നവനെ ചൂണ്ടിക്കാണിച്ചു മാനസ ആദിയോട് പറഞ്ഞു. എവിടെ? ആകാംക്ഷയോടെ ആദി നടന്നു വരുന്നവനെ നോക്കി. എന്നും കാണാറുള്ള ഒരു പുസ്തകം കയ്യിലുണ്ട്. മുഖത്തെ ഗൗരവം ഇപ്പോഴുമുണ്ട്. സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്നലെ വന്നെന്ന് അറിഞ്ഞിരുന്നു. ഒന്നും മുട്ടിയാലോ? അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ വായിലുള്ളത് കേൾക്കുന്നത്? ആദി നോട്ടം അവനിലേക്ക് തന്നെ പതിപ്പിച്ചു. നിരഞ്ജൻ കാണുന്നുണ്ടായിരുന്നു തന്നിലേക്കുള്ള ആദിയുടെ നോട്ടം. കുറെ പെൺകുട്ടികൾ ഇഷ്ടം പറഞ്ഞു വന്നിട്ടുമുണ്ട്. അതുപോലെ ഒരുത്തി, അത്രമാത്രമേ അവൻ കണക്കാക്കിയുള്ളൂ. 3 പേരും നടന്ന് അവൻ്റെ അടുത്തേക്കെത്തി. ജാനി ഇന്നലെ കണ്ട ഓർമ്മയിൽ നേർങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തിരിച്ചും അവൾക്ക് പുഞ്ചിരി കൈമാറി. എന്നാൽ തൊട്ടരികിൽ നിൽക്കുന്ന ആദിയെയോ മാനസയെയോ അവൻ നോക്കാൻ നിന്നില്ല. അവൻ പോയി കഴിഞ്ഞതും ആദി ജാനിയുടെ മുന്നിലേക്കായി കയറി നിന്ന് അരയ്ക്ക് കൈ താങ്ങി അവളെ നോക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേർക്ക് നിന്നെ കാണാനേ കഴിഞ്ഞുള്ളോ? ഞങ്ങൾ രണ്ടും എന്താ കടലാസോ? ആദി ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ച് ജാനിയോട് ചോദിച്ചു. തൊട്ടരികിൽ മാനസ ചിരി കടിച്ചു പിടിച്ചു നിൽപ്പുണ്ട്. എനിക്ക് ഇന്നലെ. പെട്ടെന്ന് ആദി അങ്ങനെ ചോദിച്ചതും അവൾ വല്ലാതെയായി. തനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും മുൻപുണ്ടായിട്ടില്ലല്ലോ. ദേ പെണ്ണെ, നാളെ വരുമ്പോൾ സിന്ദൂരം നീട്ടി വലിച്ച് എഴുതിക്കോളണം. നിനക്ക് അവകാശമുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഒരുത്തന്മാരും ഞങ്ങളെ രണ്ടിനെയും നോക്കുന്നില്ല. ദണ്ണമുണ്ട് കൊച്ചേ, അല്ലേടി? നിഷ്കുഭാവത്തിൽ ആദി മാനസയെ നോക്കി. അച്ഛൻ പറഞ്ഞു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ കണ്ണുനീർ പുറത്തേക്ക് വന്നു. അത് കണ്ടതും മാനസ അവളുടെ അടുത്തേക്ക് നീങ്ങി. എടി പൊട്ടിപ്പെണ്ണേ, ഒരു തമാശയും പറയാൻ കഴിയില്ലേ? എങ്ങനെയാ നീ കണ്ണേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്? അങ്ങേരുടെ ദേഷ്യത്തിൻ്റെ മുന്നിൽ നിനക്ക് എന്നും കരയാനല്ലേ സമയമുണ്ടാകൂ? കണ്ണുനീർ വാർക്കുന്നവളോട് തോളോട് കൈയിട്ട് മാനസ പറഞ്ഞു. എൻ്റെ ജാനിക്കുട്ടി, ഞാൻ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ? വന്നപ്പോൾ തൊട്ട് ആ കോന്തൻ്റെ പിറകെ നടക്കുന്നതാ. ഒന്ന് ചിരിക്കുക പോയിട്ട് നോക്കുക പോലും ചെയ്യില്ല. എൻ്റെ വിധി. ആദ്യമായി പ്രേമം തോന്നിയത് ആ കുരുപ്പിനോടായിപ്പോയി. നീ വന്നേ. നീ ഇങ്ങനെ കണ്ണുനീർ പരമ്പരയും കാട്ടി നടന്നാലൊന്നും ശരിയാകില്ലാട്ടോ. കുറച്ച് ബോൾഡായി നിൽക്ക്. ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജാനിയുടെ കണ്ണ് തുടച്ച് അവളെയും കൂട്ടി നടന്നു. ഇതേ സമയം 2 പേർക്കും മനസ്സിലാകുകയായിരുന്നു ജാനി എന്ന പെണ്ണിനെ. മനുവേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും പാവമാണെന്ന് മാനസ കരുതിയിരുന്നില്ല. ജാനിയെ മാറ്റിയെടുക്കണമെന്ന് 2 പേരും നിശ്ചയിച്ചു. അവളുടെ ഈ പാവത്താൻ സ്വഭാവമെല്ലാം മാറ്റിയെടുക്കണം. 2 പേരും അവളെ പൊതിഞ്ഞുകൊണ്ട് നടന്നു. ഇതുവരെ അനുഭവിക്കാത്ത ചങ്ങാത്തം കിട്ടിയതിലുള്ള സന്തോഷം ജാനിക്കുമുണ്ടായി. തനിക്കൊരു സങ്കടം വന്നപ്പോൾ എത്ര പെട്ടെന്ന് അവർ മാറ്റിയെടുത്തത്. അവരെപ്പോലെയാകാൻ അവളും കൊതിക്കുന്നുണ്ട്. പരിഭവിക്കാനും തമാശ പറയാനും കൂട്ടുകൂടി നടക്കാനും. പക്ഷേ അവളുടെ ജീവിതം എന്നും ഒരു മൂലയുടെ അരികിൽ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കുമെന്ന് അവൾക്ക് അറിയാം. കൊതിക്കുന്നുണ്ട് ഇനിയൊരു ജീവിതം നല്ലതുപോലെ ആസ്വദിക്കാൻ, ആരെയും പേടിക്കാതെ ജീവിക്കാൻ. പക്ഷേ ദാനമായി കിട്ടിയ ജീവിതത്തിന് എന്താഗ്രഹം? അവൾ ഓരോന്നാലോചിച്ചുകൊണ്ട് സ്വയം പുച്ഛിക്കാനും മറന്നില്ല. ഇതേ സമയം തൊട്ടരികിലുള്ള മാവിൻ ചോട്ടിൽ നിന്ന് അവൻ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരുവളെ ഓർത്ത്, അവൾ പറഞ്ഞ വാക്കുകൾ ഓർത്ത്. പ്രണയമാണോ തനിക്കും? ഇന്നുവരെ തോന്നാത്ത വികാരം ഈ നിരഞ്ജനും തോന്നിയിരിക്കുന്നുവോ? അവൾക്കായി മധുരമുള്ള പുഞ്ചിരി തൂകി അവൻ. ഒപ്പം ദൂരേക്ക് മറഞ്ഞു പോകുന്നവരെയും നോക്കി. വൈകുന്നേരം വിഷ്ണു തന്നെയാണ് ജാനിയെ കൂട്ടാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാത്തത് അവൻ ഇന്ന് തീർത്തു. 2 പേരും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചാണ് മനക്കിലേക്ക് തിരിച്ചത്. ജാനിക്ക് ഇതൊക്കെ ആദ്യമായുള്ള അനുഭവങ്ങളാണ്. ഇത്തരം വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കലും ആദ്യമായി കാണുന്ന വിഭവങ്ങളും അവൾക്ക് എങ്ങനെയാ തിന്നുന്നത് എന്നുപോലും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വിഷ്ണു എല്ലാത്തിനും അവളുടെ ഒപ്പം തന്നെ നിന്നു. അവളെ എല്ലാം പഠിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. സന്ധ്യ ആകുമ്പോഴേക്കും അവൻ മനക്കിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും രേവതി ചായ എടുത്തു വെച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷം ഫ്രഷ് ആകാനായി ജാനി റൂമിലേക്ക് പോയി. പിറകെ തന്നെ വിഷ്ണുവും. കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് തിരിയുമ്പോഴാണ് ഡോറടച്ച് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിഷ്ണുവിനെ അവൾ കാണുന്നത്. എന്തോ എന്നറിയില്ല, ഇപ്പോൾ അവനോടുള്ള ഭയം കുറഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അവനെ ചെറുപുഞ്ചിരി കൈമാറി വാഷ്റൂമിലേക്ക് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചതും ഒരുമിച്ചായിരുന്നു. അവൾ വേഗം തിരിഞ്ഞു നോക്കി. എന്താണെന്ന മട്ടിൽ അവൾ അവനെ നോക്കി. എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകടോ. താൻ സംസാരിക്കുന്നതല്ലാതെ അവളായിട്ട് ഇങ്ങോട്ട് ഇതുവരെ സംസാരിച്ചില്ലെന്ന് അവൻ ഓർത്തു. കുളിക്കാൻ. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളിലേക്കും അവനിലേക്കും അവൾ മാറി മാറി നോക്കി. തൻ്റെ വിക്കല് ഇതുവരെ മാറിയില്ലേ? പേടിയാണോ എന്നെ? അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്തുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി ചോദിച്ചു.
പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവൾ ഒന്ന് അന്താളിച്ചു. വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി അവൾ നനച്ചതേയില്ല. പറയ്, എന്നെ പേടിയാണോ? വീണ്ടും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഒപ്പം വിറയാർന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തപ്പെട്ടു. അത് മനസ്സിലാക്കിയെന്നപ്പോൾ അവൾ വേഗം മുഖം തിരിച്ചു. ഇതുവരെ തോന്നാത്ത പലതും തനിക്ക് തോന്നുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ താലിയുടെ അവകാശി, തൻ്റെ നെറുകയിലെ ചുവപ്പിൻ്റെ അവകാശി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. അവനെ ഒരു നോക്ക് നോക്കുവാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. ജാനി, എന്നെ നോക്ക്. തലകുനിച്ച് നിൽക്കുന്നവളെ അവൻ പതിയെ വിളിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. അവന് ചിരി വന്നു. പെടുന്നനെ അവളെ വലിച്ചു തൻ്റെ ദേഹത്തേക്കിട്ടു. അവളെ മുറുക്കെ പൊതിഞ്ഞു. കണ്ണേട്ടാ. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തി അവളെ വല്ലാതെയാക്കി. തൻ്റെ ദേഹം അവനിലേക്ക് അടിമപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണേട്ടാ. അവനിൽ നിന്ന് കുതറാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ താൻ ഒന്നുമല്ല എന്ന് അവൾ അറിയുന്നുണ്ട്. എന്നെ നോക്ക്, എന്നാൽ ഞാൻ വിടാം. അവൻ അങ്ങനെ പറഞ്ഞതും താഴ്ത്തിയ മുഖം അവൾ വേഗം ഉയർത്തി അവനെ നോക്കി. അവൻ്റെ അരികിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം, അതുമാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ അബദ്ധം പറ്റിയത് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്. തൻ്റെ മുഖമെല്ലാം ചുവന്നിട്ടുണ്ട്. കണ്ണുകളിൽ പോലും അവനോടുള്ള പ്രണയം അലയടിക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി അവൾ ചെറുനാണത്താൽ നോക്കി നിന്നു. അവനിലേക്ക് അടിമപ്പെട്ടതുപോലെ കുതിരാൻ പോലും അവൾ മറന്നുപോയി. അവൻ്റെ നോട്ടം വീണ്ടും അവളുടെ റോസ് ഇതൾ പോലുള്ള ചുണ്ടുകളിലേക്ക് ചെന്നെത്തി. ആ ചുണ്ടുകളെ കവരുവാൻ അവന് വല്ലാത്ത മോഹം തോന്നി. അവൻ അറിയാതെ അവളിലേക്ക് അവൻ അടുത്തതും പെടുന്നനെ അവനെ തള്ളിമാറ്റി അവൾ വാഷ്റൂമിലേക്ക് കയറി വാതിലടച്ചു. അടച്ച വാതിലിലേക്ക് ചാരി നിന്ന് അവളുടെ ശ്വാസം പൂർവ്വഗതിയിലാക്കി. അവളിൽ ഉയർന്നു വരുന്ന വികാരങ്ങൾ അവൾ അടക്കി പിടിച്ചു. താനും കൊതിച്ചിരുന്നുവോ അദ്ദേഹത്തിൻ്റെ സ്പർശനം? തൻ്റെ താലിയുടെ അവകാശിക്ക് വേണ്ടി അവളുടെ ചുണ്ടിൽ നാണത്താൽ പുഞ്ചിരി വിരിഞ്ഞു. അടഞ്ഞിരിക്കുന്ന വാതിലിലേക്ക് നോക്കി അവൻ പുഞ്ചിരിച്ചു. പെണ്ണിൻ്റെ നാണം കലർന്ന മുഖവും പതുപതുത്ത അവളുടെ ശരീരവും അവനെ മറ്റെന്തൊക്കെയോ വികാരങ്ങളിൽ കൊണ്ടെത്തിച്ചു. എല്ലാം കൊണ്ടും അവളെ സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. തൻ്റെ അടുത്ത് അവളൊരു കുഞ്ഞു പെണ്ണാണെന്ന് അവന് തോന്നി. തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാനേ അവളുള്ളൂ. ഒരു വേള അവൻ്റെ മനസ്സൊന്ന് പിന്നോട്ടേക്ക് ചലിച്ചു. അവളെ വേദനിപ്പിച്ച നാളുകൾ. ചോര ഒലിപ്പിച്ച് ബാത്റൂമിലേക്ക് നടന്നു പോകുന്നവളെ ഒരു മിന്നായം പോലെ കണ്ടിരുന്ന ദിവസം. ഒന്നെഴുന്നേറ്റ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോലും കഴിയാത്തത്ര വെറുപ്പ് തോന്നിയിരുന്നു ഈ കുഞ്ഞിപ്പെണ്ണിനോട്. അവളുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്തവനാണ് താൻ. ഒരിക്കലേറ്റ മുറിപ്പാടിൻ്റെ വേദന ഇവളിൽ ഞാൻ തീർത്തു. അതിന് വളമേകി അവന്. ശ്രുതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് പക നുരഞ്ഞു പൊന്തി. നീ എനിക്കായുള്ള വല വിരിക്കുകയാണ് എന്ന് എനിക്കറിയാം ശ്രുതി. മനക്കിലെ വിഷ്ണുദത്തൻ ആരാണെന്ന് നിനക്കറിയില്ല. നീ കാണുന്ന ഒരാളല്ല ഞാൻ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ ദിനങ്ങൾ എണ്ണിക്കുറിക്കപ്പെട്ടു. നീ വാ, നിന്റെ ലക്ഷ്യവുമായി. കാത്തിരിക്കുന്നു മനക്കിലെ വിഷ്ണുദത്തൻ. ബാത്റൂമിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം കേട്ടാണ് അവൾ ആ ഒരുവനോടുള്ള പകയിൽ നിന്ന് മാറി വന്നത്. ബാത്റൂമിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം കേട്ടാണ് അവൻ ആ ഒരുവനോടുള്ള പകയിൽ നിന്ന് മാറി വന്നത്. തന്റെ ദേഹത്തോട് പതിഞ്ഞു നിന്നവളെ അവന്റെ ഓർമ്മയിൽ വന്നു. അവൾക്കായി അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു. അവൾക്കായി മാത്രം എന്ന പോലെ. കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ടും ഡോർ തുറന്ന് പുറത്തേക്ക് വരാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ മുഖം നോക്കാൻ പോലും തനിക്ക് ആവില്ലെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അവളുടെ മുഖം നാണത്താൽ പൊതിഞ്ഞു. വെളുത്തു തുടുത്ത കവിളുകൾ ചുവപ്പണിഞ്ഞു. എത്ര നേരം ഇതിനകത്ത് നിൽക്കും? അവൾ മെല്ലെ ഡോർ തുറന്നു. ചുറ്റും നോക്കി. വിഷ്ണുവിനെ അവിടെയെങ്ങും കാണാഞ്ഞത് അവൾക്ക് വലിയ ആശ്വാസം തോന്നി. അവൾ റൂമിലേക്ക് കടന്നതും പുറകെ നിന്നും അവളെ കോരിയെടുത്തതും ഒരുമിച്ചായിരുന്നു. അവനാണെന്ന് മനസ്സിലായതും അവൾ അപ്പോൾ തന്നെ പേടിച്ച് കണ്ണടച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുറന്നതും തന്നെ നോക്കി ചിരിക്കുന്ന ആൾ അപ്പോഴും അവന്റെ കൈകളിലാണ് താനെന്ന് അവൾ ഓർത്തു. പെടുന്നനെ അവൾ കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കൈപ്പിടിയിൽ നിന്നും അനങ്ങിയില്ല. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റായി നിലത്തേക്ക് പതിക്കുന്നുണ്ട്. മുഖത്തും കഴുത്തിന് ഓരമെല്ലാം വെള്ളത്തുള്ളികൾ പറ്റിക്കിടപ്പുണ്ട്. അവളുടെ ദേഹം മുഴുവൻ മുല്ലപ്പൂ ഗന്ധമാണ്. റോസുതൾ ചുണ്ടുകൾ തന്നെ ക്ഷണിക്കുന്നത് പോലെ. അതുമാത്രം മതിയായിരുന്നു അവന് അവളിലേക്കുള്ള ചേക്കേറലിന്. വീണ്ടും അവളെ ഇടുപ്പോടുകൂടി തൻ്റെ അരികിലേക്ക് വലിച്ചടുപ്പിച്ചു. തൻ്റെ സ്പർശനം പെണ്ണിനെ വല്ലാതെ ആകുന്നുണ്ടെന്ന് പിടയ്ക്കുന്ന അവളുടെ കണ്ണുകൾ കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം തന്നെ നോക്കാതെ മറ്റെവിടെയോ കണ്ണുകൾ പായിച്ചു നിൽപ്പാണ് അവൾ. അവൻ്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. വിറയ്ക്കുന്ന അവളുടെ റോസ് തളാറുന്ന ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അവന് കൊതി തോന്നി. തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടോട് അടുപ്പിച്ചതും വാതിലിലും മുട്ടുവീണതും ഒരുമിച്ചായിരുന്നു.